ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പ്രത്യാക്രമണങ്ങൾ 26-ാം ദിവസവും തുടരുന്നതിനിടെ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ 15 നിർദ്ദേശങ്ങളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഒരു സമാധാന കരാറിനായി ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് 15 നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു കരട് കരാർ ട്രംപ് ഭരണകൂടം ഇറാന് കൈമാറിയതെന്ന വാർത്തകൾ പുറത്തുവരുന്നത്. റോയിട്ടേഴ്സ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. പാകിസ്ഥാൻ വഴി നിർദ്ദേശങ്ങൾ അമേരിക്ക ഇറാന് കൈമാറിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഹോർമുസ് കടലിടുക്കിനെ സ്വതന്ത്ര നാവിക മേഖലയായി നിലനിർത്തുക, ഇറാന്റെ ആണവ പദ്ധതികൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുക, ഈ വ്യവസ്ഥകൾ ഇറാൻ അംഗീകരിക്കുകയാണെങ്കിൽ നിലവിലുള്ള ഉപരോധങ്ങൾ നീക്കം ചെയ്യുക എന്നിവയാണ് ഈ പദ്ധതിയിലെ പ്രധാന വ്യവസ്ഥകളെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്നാൽ ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ വൈറ്റ് ഹൌസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാനും ഇത് അംഗീകരിച്ചതായി റിപ്പോർട്ടുകളില്ല. വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഇറാനിലെ യഥാർത്ഥ പ്രതിനിധികളുമായി തന്റെ ഭരണകൂടം ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ഉപദേശകൻ ജാരേദ് കുഷ്നർ എന്നിവർ ഈ ചർച്ചകളിൽ സജീവമായി ഇടപെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നും സമീപകാലത്തുണ്ടായ സൈനിക നീക്കങ്ങൾ ഇറാനിൽ ഭരണമാറ്റത്തിന് തുല്യമായ സാഹചര്യം സൃഷ്ടിച്ചുവെന്നും ട്രംപ് അവകാശപ്പെട്ടു. എണ്ണ, ഗ്യാസ് വിതരണം, ഹോർമുസ് കടലിടുക്ക് എന്നിവയുമായി ബന്ധപ്പെട്ട് ലോകത്തിന് വലിയൊരു ശുഭവാർത്ത ഉടൻ ഉണ്ടാകുമെന്ന സൂചനയും അദ്ദേഹം നൽകി. സംഘർഷം തുടരുന്നതിനിടെ ഇറാന്റെ ഏക ആണവ നിലയമായ ബുഷഹറിന് നേരെ വീണ്ടും ആക്രമണം നടന്നതായി ഇറാന്റെ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ അറിയിച്ചു. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തുന്ന ആക്രമണങ്ങളുടെ ഭാഗമാണിതെന്ന് ഇറാൻ ആരോപിച്ചു. റഷ്യൻ സഹായത്തോടെ നിർമ്മിച്ച ഈ നിലയത്തിന് ആക്രമണത്തിൽ കാര്യമായ നാശനഷ്ടങ്ങളോ റേഡിയേഷൻ ചോർച്ചയോ സംഭവിച്ചിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും ആണവ നിലയങ്ങൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ ഗൾഫ് മേഖലയിലാകെ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും പ്രത്യാഘാതങ്ങൾക്കും കാരണമാകുമെന്ന് ടെഹ്റാൻ മുന്നറിയിപ്പ് നൽകി. ഇസ്രയേലിലും ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടെൽ അവീവിന് സമീപമുള്ള ബ്നി ബ്രാക്കിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 6 കുട്ടികൾ ഉൾപ്പെടെ 9 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണെന്ന് ഇസ്രയേലിന്റെ അടിയന്തരാരോഗ്യ സേവന വിഭാഗമായ മേഘൻ ഡേവിഡ് അഡോം അറിയിച്ചു. ആക്രമണം നടന്ന പ്രദേശങ്ങളിൽ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് കണ്ടെത്താൻ തിരച്ചിൽ തുടരുകയാണ്. സമാധാന ചർച്ചകൾ സജീവമാകുമ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ തുടരുന്നത് പശ്ചിമേഷ്യയിൽ കനത്ത ആശങ്ക നിലനിർത്തുന്നുണ്ട്.